ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ നാം ഫോളോ ചെയ്യേണ്ടതിന് വേണ്ടിയുള്ള ഒരു ദൃഷ്ടാന്തം നമുക്ക് തന്നു. ആ ദൃഷ്ടാന്തം എന്താണെന്ന് നമുക്ക് പഠിക്കാം. അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഒരു വാക്യം പഠിക്കാം. അത് യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായത്തിൻ്റെ 14-15 വാക്യമാണ്. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. നമുക്കൊന്നും കൂടെ പഠിക്കുക ആ വാക്യം. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. കർത്താവ് ഒരു ദൃഷ്ടാന്തം നമുക്ക് തന്നിട്ടുണ്ട്. സാധാരണയായിട്ട് ഗുരുക്കന്മാർ ശിഷ്യന്മാരുടെ കാൽ കഴുകാറില്ല. അതുപോലെ യജമാനന്മാർ ദാസന്മാർക്ക് വേണ്ടി അല്ല ചെയ്യുന്നത്. യജമാനന്മാർക്ക് വേണ്ടി ദാസന്മാരാണ് കഷ്ടപ്പെടുന്നത്. യജമാനൻ വരുമ്പോൾ ദാസൻ അവൻ ഭക്ഷണമൊക്കെ ഒരുക്കി അവൻ അതൊക്കെ ഒരുക്കി അവർക്ക് സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ യജമാനൻ വന്നിട്ട് ദാസന്മാർക്ക് ഭക്ഷണം സെർവ് ചെയ്യുകയല്ല സാധാരണയായിട്ട് ചെയ്യുന്നത്. എന്നാൽ അതിനെല്ലാം വിപരീതമായിട്ട് കർത്താവ്, ഇവിടെ ഈ പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം അതാണ്. ഇതിനെല്ലാം വിപരീതമായിട്ട് കർത്താവും ഗുരുവുമായുള്ള ഗുരുവും യജമാനും രാജാവുമായ കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന സംഭവമാണ് നമ്മളിവിടെ വായിച്ചത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും തമ്മിൽ ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. നമുക്കിനി കർത്താവ് 12 ശിഷ്യന്മാരും അത്താഴത്തിനിരുന്നു. കർത്താവ് പന്തിയിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രമൊക്കെ ഊരി വെച്ചിട്ട് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റിയിട്ട് വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും മാത്രമല്ല ആ അരയിൽ ചുറ്റിയ തുവർത്തെടുത്ത് അവരുടെ കാല് തുടയ്ക്കുവാനും ഇടയായിട്ട് തീർന്നു. അപ്പോളുണ്ട് ശീമോൻ പത്രോസിൻ്റെ അടുത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ശീമോൻ പത്രോസ് പറഞ്ഞു, നീ എൻ്റെ കാല് കഴുകുമോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന നീ ഇപ്പോൾ നിനക്കറിയത്തില്ല, പിന്നീട് നിനക്കത് മനസ്സിലാകും. പിന്നെ അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങ് എൻ്റെ കാൽ ഒരിക്കലും കഴുകുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. അത് കേട്ടപ്പോഴത്തേക്കും കർത്താവിനോടുകൂടെ ഓഹരിയില്ല എന്ന് കേട്ടപ്പോഴത്തേക്കും നമുക്കറിയാലോ പത്രോസിൻ്റെ കാര്യം. പത്രോസ് ഉടനെ പറഞ്ഞു, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല എൻ്റെ കൈയും തലയും കൂടെ കഴുകണമെന്ന്. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, പത്രോസ് കുളിച്ചിരിക്കുന്നവർക്ക് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. അവൻ മുഴുവനും ശുദ്ധിയുള്ളവനാകുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, എന്നാൽ നിങ്ങളിലിരിക്കുന്നവർ ചിലർ ശുദ്ധിയില്ലാത്തവരാണ്. കാരണം കർത്താവിനറിയാം തന്നെ ഒറ്റിക്കൊടുക്കുവാനുള്ള യൂത ആ കൂട്ടത്തിലുണ്ട്. അതുപോലെ പണസഞ്ചിയിൽ നിന്ന് കാശെടുക്കുന്ന യൂത ആ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് കർത്താവ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് അവരുടെ എല്ലാവരുടെയും കാൽ കഴുകി തുടച്ചതിന് ശേഷം കർത്താവ് വസ്ത്രം ധരിച്ചു. അത് കഴിഞ്ഞിട്ട് കർത്താവ് അവരോട് പറഞ്ഞു, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയതുപോലെ തന്നെ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ബഹുമാനിക്കേണ്ടതാകുന്നു. നിങ്ങളിൽ തമ്മിൽ താഴ്മയുള്ളവരായിട്ട് ഇരിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു, ഞാനിത് ദൃഷ്ടാന്തത്തിനായിട്ട് കാണിച്ചു തന്നതാണ്. അതൊരു ദൃഷ്ടാന്തമാണ്, അത് മോഡലാണ് നമുക്ക് പിൻപറ്റുവാനായിട്ട്. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13 അധ്യായത്തിൻ്റെ 14-15. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഇതിൽ അനേക ഗുണപാഠങ്ങളുണ്ട്. ഒന്നാമതായിട്ട് കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നു. അതുപോലെ നാമും മറ്റുള്ളവരെ നമ്മേക്കാൾ അധികമായി ബഹുമാനിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമ്മെ ഈ പാഠം പഠിപ്പിക്കുന്നു. രണ്ടാമതായി, യജമാനനും ഗുരുവുമായ കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകിയെങ്കിൽ നാം എത്ര താഴ്മയുള്ളവരായി ജീവിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മൂന്നാമതായി, താഴ്മയുടെ കാര്യത്തിലും കർത്താവാണ് നമ്മുടെ ദൃഷ്ടാന്തം. നാലാമതായി, ശിഷ്യന്മാരുടെ കാൽ കഴുകിയതുകൊണ്ട് കർത്താവ് ഒരിക്കലും അവരെക്കാൾ താഴുകയല്ല, മറിച്ച് ഉയരുകയാണ് ചെയ്തത്. നാം നമ്മെ തന്നെ താഴ്ത്തിയാൽ കർത്താവ് നമ്മളെ
അഞ്ചാമതായി നാം നമ്മെ തന്നെ താഴ്ത്തിയാൽ കർത്താവ് നമ്മളെ ഉയർത്തും എന്നുള്ള ദൈവത്തിൻ്റെ വചനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ നിഗളമുള്ളവരായിട്ടല്ല, താഴ്മയുള്ളവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കർത്താവ് തന്ന മാതൃക, കർത്താവ് തന്ന ദൃഷ്ടാന്തം അത് ഞങ്ങളുടെ ഹൃദയത്തിലിരിക്കുവാനും ഞങ്ങൾ മറ്റുള്ളവരെ ഞങ്ങളെക്കാൾ അധികം മാനത്തിന് യോഗ്യരെന്ന് എണ്ണിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കണമേ. പരീക്ഷകൾ കടത്താതെ കർത്താവെ നിനക്ക് യോജിച്ച രീതിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മവിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ നിങ്ങൾ കൈയമർത്തിയാൽ ആൻറ്റി എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതിടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ ഓഡിയോ കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.